ഹലോ. ഗോതമ്പ് ദോശയാ? വെറും ഗോതമ്പ് ദോശയാണോ മടക്ക് ദോശയാണോ? കറി എന്തേത്? ഗോതമ്പ് ദോശയും തക്കാളി. ഗോതമ്പ് ദോശയെക്കാട്ടി നല്ലത് ഗോതമ്പ് പുട്ടായിരുന്നു. ഗോതമ്പ് ദോശ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഗോതമ്പ് ദോശയാണെന്ന്. ഗോതമ്പ് ദോശയാണോ? ഗോതമ്പ് പുട്ട് പിന്നെയും തിന്നാം, ഗോതമ്പ് ദോശ ഇപ്പൊ കുഴപ്പമില്ല. എന്ത് തോരൻ? അല്ല, ബീട്രൂട്ടല്ല, ബീട്രൂട്ട് തോരൻ. ഓക്കെ. രുദ്ര നല്ല ഉറക്കം കേട്ടാ. സാധാരണ അങ്ങനെയല്ല, എണീച്ച് വരുമ്പം കൂടെ എണീച്ച് വരുന്നേന്ന്. സുല എണീക്കപ്പോ തന്നെ കൂടെ ചാടി എണീക്കുന്നതാണ് രുദ്ര. ഇന്ന് എന്തോ നല്ല ഉറക്കം. നല്ല ഉറക്ഷീണമാണ്. അപ്പം എനിക്ക് വർക്കുണ്ട്. ഇന്നലെ പോയ സൈറ്റിലാണ് ഇന്നും വർക്ക്. അപ്പോൾ ഞാൻ പോയി പല്ല് തേച്ച് കുളിച്ചിട്ടൊക്കെ വരട്ടെ. അപ്പോഴത്തേക്ക് ചോറുണ്ടോ? ചോറുണ്ട്. അപ്പം ഇന്ന് ചോറുണ്ട്. എന്നാലും ഞാൻ ചിലപ്പോൾ വീട്ടിൽ വരും. ചോറ് വന്നിട്ടാ പിന്നെ വീട്ടിൽ വരണത്? അല്ല, എല്ലാരും വീട്ടിൽ പോണു, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു അവിടെ സൈറ്റിൽ. ചോറ് കൊണ്ടുണ്ട്. മഴയാണെങ്കിലാ ചിലപ്പം. എന്തിനാലും ഒരു ഇതിനു വേണ്ടിയിട്ട് ചോറ് കൊണ്ടുപോവാം. മഴ ഇല്ലെന്നുണ്ടെങ്കിൽ വരാം. നനഞ്ഞു ഊറ്റണ്ടേ തിരിച്ച്. ഓക്കെ. അപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ച് പല്ലി വെച്ചിട്ട് വരാം. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ആളെ എണീച്ചു കേട്ടാ. എന്തിനാണ് അമ്മേരോട് അടുക്കളയിൽ? എന്തിനാണ് അടുക്കളയിൽ? എന്തിനാണ് പരിപാടി? എടി പാറ, അടുക്കളയിൽ എന്തിനാണ് പരിപാടി? പിടിച്ചോ. ഓ, കുടത്തിൽ വെള്ളമില്ലേ കളിക്കാൻ? വെള്ളം തീർന്നു പോയാ? എന്താണ്? അയ്യ, ഓ, ചെറിയ മഴക്കോളുണ്ട് കേട്ടോ. നമുക്ക് അകത്തായതുകൊണ്ട് കുഴപ്പമില്ല വർക്ക്. പുറത്താണെങ്കിൽ പാടാണ്. ഓക്കെ, എടുത്ത് ചെല്ലട്ടെ. ഹലോ മാഡം, എന്തായി? എനിക്ക് പോകണമായിരുന്നു. അത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നീ പറ. പറയുന്ന കേട്ടാ അവള്. ഓ, ഗോതമ്പ് ദോശ കുഴപ്പമില്ല. എൻ്റെ പ്രോട്ടീൻ കൊണ്ടുപോയി. താങ്ക് യു. വാവ്. ഗോതമ്പ് ദോശയാണെങ്കിൽ എന്താ? അല്ല, ഞാൻ BGM ഇട്ടതാ. തൂല പേടിച്ചു പോയി. ഞാനേ ബുൾസായി കാണിച്ചിട്ട് BGM ഇട്ടപ്പോഴേ ഇതെന്താ ഇങ്ങനെ പിന്നെ വെച്ചേക്കണ?
ഹെൽമെറ്റ് ഇതോ കട്ടിലിരിക്കുന്നു. അപ്പം ഞാൻ വർക്കിന് പോട്ടെ സുഹൃത്തുക്കളെ. അച്ഛൻ പോട്ടാ, അച്ഛൻ പഠിച്ചു പോട്ടാ. എന്തേര് ഇതിലേ വെള്ളം നനഞ്ഞ് പൊടി കയറി ആ മണ്ണാണ് ഇതിൻ്റെ മണ്ട പറ്റിയിരിക്കുന്നത്. വെളിയിലിട്ടേക്കല്ലേ. പോയി അച്ഛൻ പോട്ടെ, അച്ഛൻ പോട്ടെ, പോട്ടെ 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 പോട്ടെ. ബാഗ് കറവി പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. പറ ടാറ്റ ടാറ്റ ടാറ്റ. ഓ അതെ, വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ ടാറ്റ അറിയത്തുള്ളൂ. ഉണ്ട്, വെളി ഫ്രണ്ടിൽ കാണും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ പണി തുടങ്ങാൻ പോവുകയാണ്. ചാന്തെല്ലാം കൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാന്തടിച്ചാൽ മതി. അവിടെ എല്ലാം വൃത്തിയായി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ പണി ഒരുവിധമായി കേട്ടോ. അപ്പോൾ ടൈം വന്നിട്ട് 10 മണിയായി. അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ്. കാപ്പിടിക്കണ്ടേ, കാപ്പിടിച്ചിട്ടേ. വീണ്ടും ഗോതമ്പ് ദോശ, ഉള്ളിക്കറി, സാമ്പാർ, ചമ്മന്തി. എനിക്ക് ഞാൻ രാവിലെ കഴിച്ചല്ലേ സെയിം സാധനം, ഗോതമ്പ് ദോശയും ഉള്ളിക്കറി. നല്ല വിശപ്പായി കേട്ടോ. അതാണ് ഓക്കെ. തട്ടിയിട്ട് ഒരു പിടി, ഒരു കടി, ഒരു പിടി. ചായ വന്നില്ല കേട്ടോ. ചായ വരും, കുറച്ചുകൂടെ കഴിയുമ്പോൾ വരും. 10:30ക്കാണ് നമുക്ക് ചായ പറഞ്ഞിരിക്കുന്നത്. എല്ലാം തട്ടടിച്ച് കഴിഞ്ഞുകൊണ്ട് കബഡി ഇറങ്ങിയതാണ്. കബഡിച്ചു ഇതാ നമ്മൾ ഫസ്റ്റ് ഹാളിലെ തട്ടാണ് അടിച്ചത് കേട്ടോ. ഹാളിലെ തട്ടടിച്ച് ഇനി ഇപ്പുറത്ത് ഒരു ചെറിയ തട്ടടിക്കാണ്ട്, ചെറിയ തട്ടടിക്കാണ്ട് പിന്നെ ഭിത്തിയുണ്ട്. അതൊക്കെയാണ് വർക്ക്. നമ്മുടെ ഒരു മേശിരി കയറി നമ്മൾ ഇനിയിപ്പോൾ പണി തുടങ്ങാൻ പോവുകയാണേ. ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. അതും കൈ ഒഴിഞ്ഞ് നിൽക്കുമ്പോൾ, ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രം. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയി കേട്ടോ, ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ചോറ്റും പാത്രം കുറേ നാളുകൾക്ക് ശേഷം അതിലിതാ മീൻകറിയുണ്ട്. മീൻകറി ഇങ്ങോട്ട് വയ്ക്കാം. പിന്നീട് ഓംലെറ്റാണ്, ഒരു ഓംലെറ്റ്. പിന്നെ അവിയൽ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബീട്രൂട്ട് തോരൻ. ബീട്രൂട്ട് തോരൻ മാറ്റുന്നില്ല, അത് ചോറ്റ് കൂടെ ഇളക്കി സെറ്റ് ചെയ്ത് കുറച്ച് അവിയലും എടുത്ത്, ഒരു പീസ് ഓംലെറ്റും എടുത്ത്, കുറച്ച് മീൻകറി എടുത്ത് ഇങ്ങനെ ഞവിടി. കുറേ നാളായല്ലേ വീഡിയോയിൽ കാണിച്ചിട്ട്. ഓക്കെ, ഇനി ചോറ് കഴിച്ചു കേട്ടെ. എപ്പോഴെപ്പോഴും പോയി ചാത്ത് പോയി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞേട്ടാ. എല്ലാവരും പുറത്ത് ഇപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങണം. എൻ്റെ തൊപ്പി ഇവിടെ ആയി. തൊപ്പി എടുത്ത് ഇനിയിപ്പോൾ ബാഗിൽ വെക്കണ്ട, വണ്ടിയിൽ കൊണ്ട് വയ്ക്കാം. അപ്പോൾ എല്ലാവരും പുറത്താണ്. നമ്മൾ കോൺട്രാക്ടർ പുറത്തുണ്ട്. സംഭവം ഫോട്ടോ എടുക്കുന്നതാണ്. ഹായ്, അപ്പം ഞാൻ വീടെത്തിയേട്ടാ. വീടെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അയ്യോ അയ്യോ, എന്തേലും കുടിക്കണ
പാറൂസേ പാറു പാറൂസേ മാത്രല്ല നമ്മളും തിരിച്ച് അതേപോലെ അങ്ങനെ സംസാരിക്കണം. അച്ഛനുള്ള സംസാരമാണല്ലേ. കുറച്ച് ഷോപ്പിംഗ് അല്ല, മലക്കറിക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പേരയ്ക്ക, ഉരുളക്കിഴങ്ങ്, കറിവേപ്പില, മല്ലിയില, മുരിങ്ങാക്കായ, വെട്ടുമലക്കറി, അങ്ങനെ കുറേ സാധനം. ആ മലക്കറി വാങ്ങാൻ പറഞ്ഞു എല്ലാം പറഞ്ഞ വെട്ടുമലക്കറി വാങ്ങാൻ. വെട്ടുമലക്കറി മേടിച്ച് മാരക വില സാധനങ്ങൾക്ക്. എൻ്റെ പൊന്നെ പാതി ശമ്പളം അങ്ങ് തീർന്നു. എല്ലാം കൂടെ. ഓക്കെ, ഇന്ന് എന്തായാലും വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് വർക്കൗട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, പാറുവിന് പാപ്പം കൊടുത്തിട്ട് വാ. എന്നിട്ട് എനിക്കുള്ള ഞാനേ ഈ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് കവർ കെട്ടി വെച്ചിട്ടാണ് ബൈക്കിൽ വെച്ചിരുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് ബൈക്കിൽ നോക്കിയ സമയത്ത് കെട്ടാവുന്ന ചരിഞ്ഞിരുന്നു. ഇനി ഇതൊന്നും വല്ല പോയാന്നുള്ളത് അറിഞ്ഞുകൂടാ, അത് നോക്കണം. പോയല്ലോ അറിയത്തില്ല. എന്നാ കറിവേപ്പില ഇല്ലേ എന്നാ ഒരു മരം തന്നെ ഉണ്ട്. എന്നാ മല്ലിയില രസോ? 1 2 3 4 അപ്പം 5 ഒരുക്കി എടുത്തിട്ടുള്ള പേരയ്ക്ക നല്ല തന്നെ എന്തോ എന്തായാലും ഒരുമാതിരി കണക്കിരിക്കണ. ഇങ്ങനെയാണ് കാണാൻ മണിയൊക്കെ തന്നെ ഇരിക്കണേ. പെരുവിയൊക്കെ ഇരിക്കണേ. എന്തിനീ അവളിൽ കൂടെ കയറുന്ന ഇപ്പടി അരക്ക് താപ്പോട്ട് എടുക്കല് സ്ട്രൈക്ക് വരും. ഒരു ഹലോ പറഞ്ഞു. ഓ അവിടെ 2 പല്ല് വന്നു കേട്ടാ. എന്തിന് കിടന്ന് പിടക്കണ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വർക്കൗട്ടിലോട്ട് പോവുകയാണ് കേട്ടാ. അപ്പോൾ ഇന്ന് ഡെൽറ്റ ഷോൾഡറാണ് വർക്കൗട്ട്. എൻ്റെ വർക്കൗട്ട് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, എനിക്ക് ജിമ്മിലെ പ്ലേറ്റോ ബാറോ വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പം ഇല്ല. ഞാനത് വാങ്ങും, ഉടനെ വാങ്ങും. അപ്പോൾ അതുവരേക്ക് ഞാനിവിടെ നമ്മുടെ താബൂക്കും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയ രീതിക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലാണ് എൻ്റെ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനും നമ്മുടെ രുദ്രയും കൂടെ നമ്മുടെ വ്ളോഗ് കാണുവാണ് കേട്ടോ. വ്ളോഗ് കണ്ട് പ്രീ വർക്കൗട്ടൊക്കെ കയറ്റിയിട്ട് വർക്കൗട്ട് തുടങ്ങാമെന്ന് വെച്ച്. ഓക്കെ, അപ്പോഴത്തേക്ക് രുദ്രയല്ലേ സുല ഇവിടെ പേരയ്ക്ക റെഡിയാക്കണം. അത് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അഴുക്കാട്ടുള്ളത് കഴുകിയല്ലേ, നല്ലപോലെ തന്നെ കഴുകിയ. നമ്മുടെ വ്ളോഗ് കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ, ഇന്നലത്തെ വ്ളോഗ്. ഓക്കെ, കൊള്ളാലോ. സ്വാഗതം. പാറ നോക്കണം. അപ്പൊ നമ്മളിത് കണ്ടു തീർന്നിട്ട് വർക്കൗട്ട് തുടങ്ങും. അപ്പോഴേ സുല എന്നെ ഒരു വിധത്തിൽ വർക്കൗട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരി ഒരു പാചക മൂഡിൽ നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്നുള്ളത് പോയിട്ട് വന്നിട്ട് പറയാം. ഞാൻ ആദ്യം കടയിൽ പോയിട്ട് ആ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് എന്തിനാണെന്ന് അപ്പം പറഞ്ഞാൽ മതിയാ. ചെറിയ രീതിക്ക് പുള്ളിക്കാരി എന്തോ യൂട്യൂബിലെന്തോ ഷോർട്സോ കാര്യങ്ങളോ കണ്ടിട്ട് അതുണ്ടാക്കിയേ തീരൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ ആ ലിസ്റ്റ് പറഞ്ഞ സാധനങ്ങളുമായിട്ട് വരട്ടെ. ഇന്നത്തെ വർക്കൗട്ട് പോയി. ഇനിയിപ്പം ഓക്കെ, സോറി സുഹൃത്തുക്കളെ, നാളെ കാണിച്ചുതരാം വർക്കൗട്ട്. അപ്പോൾ ഞാൻ സാധനം മേടിച്ചോണ്ട് വരട്ടെ. എന്നിട്ട് സുലയുടെ പാചകം കാണാം. വെറുതെ ഇരുന്ന് എന്നെ പറഞ്ഞു വിട്ട്
കടയിൽ വിട്ട് 10-300 രൂപയുടെ സാധനം മേടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് എന്തൊക്കെ രീതിയാവുമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കേ, ഇതാ ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് മോഡേൺ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ബ്രെഡാണെന്ന് തോന്നുന്നു കേട്ടോ. ബ്രെഡ് പിന്നീട് വന്നിട്ട് ചീസുണ്ട് കേട്ടോ. പ്യൂർ മിൽക്ക് അമൂലിൻ്റെ ചീസുണ്ട്. ഇതാ അമൂലിൻ്റെ തന്നെ ബട്ടറും ഉണ്ട്. പിന്നീട് വന്നിട്ട് അയ്യോ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട ഞാൻ മുട്ട ഇപ്പം ഏകദേശം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പിടിയിട്ട് കാണൂലല്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ. അതുപോലെ സുലൈ ഒന്ന് ഫ്രഷായി റെഡി ആവട്ടെ. അതിനുശേഷം നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. ഓക്കെ, വാവ്, സുലൈയുടെ പാചകം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനും രുദ്രയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. സംഭവം നമ്മള് സുലൈയുടെ പാചകം നല്ല രീതിക്ക് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. രുദ്ര ഉറക്കം എണീച്ച് മൊത്തം കുളമാക്കി. വീഡിയോ എടുക്കാതെ വെച്ചില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയതുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുലൈയുടെ പാചകം പ്രത്യേകിച്ച് നമ്മൾ ഒരു ദിവസം വീഡിയോ എടുക്കുന്നതായിരിക്കും. നമുക്കൊരു കുക്കിംഗ് വീഡിയോ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് പറയൂ, താങ്കളുടെ അഭിപ്രായം പറയൂ കണ്ടിട്ട്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പം ഞാനാണ് ടെസ്റ്ററെ. നോക്കട്ടെ, രണ്ടും എടുക്കണോ? ഓക്കെ, അപ്പോൾ ഇത് ആദ്യം നോക്കാം. അവരുണ്ടാക്കും പോലെയൊന്നും ആയില്ല. ഞാൻ പറഞ്ഞുതരാം, കുറ്റം പറയാനൊന്നുമില്ല, അടിപൊളി. പക്ഷെ ഞാൻ പറഞ്ഞുതരാം ഒരു സംഭവമുണ്ട്. ഇത് കഴിക്കട്ടോ. ഈ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇതിലുള്ളി ഇട്ടിട്ടുണ്ട്, ഉള്ളി മുളക് ഇട്ടാലും. ഉള്ളി മാത്രമല്ല, ഇതില് ബ്രെഡ് നല്ല ടോസ്റ്റായി. ഇത് ബ്രെഡ് ഒരു കരിഞ്ഞതുപോലെ. ഇതേ ഉള്ളൂ, ഒരു വ്യത്യാസമുള്ളൂ. പക്ഷെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതലും. എന്നുവെച്ചാൽ ഞാൻ തരൂല, എനിക്കുണ്ടോ. ഓക്കെ, സൂപ്പർ സാധനം, ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താണ് നമുക്കത് കഴിച്ചാലും. ബാ, ഇനി ബാ. ഇതൊന്നും കൂടാ. പറ, അമ്മേടെ പാചകം എങ്ങനെ ഉണ്ടെന്ന് മക്കള് പറ. നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം. ബാ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വരാം. ഇനിയിപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. ടാറ്റാ.